പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ കണ്ടു. ദിലീപിൻ്റെ ചിത്രം വിനീത് കുമാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് രാജേഷ് രാഘവൻ. മ്യൂസിക് ബൈ മിഥുൻ മുകുന്ദൻ ആൻഡ് ദിലീപിൻ്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. വിനീത് കുമാറിൻ്റെ ഇതിന് മുൻപത്തെ ചിത്രം ഡിയർ ഫ്രണ്ട് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതുപോലെ തന്നെ രാജേഷ് രാഘവൻ്റെ അരവിന്ദൻ്റെ അതിഥികളും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സിനിമ കാണാൻ കയറിയത്. പവി കെയർടേക്കർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എബോവ് ആവറേജ് അല്ലെങ്കിൽ വാച്ചബിൾ മൂവി ആയിട്ടാണ് തോന്നിയത്. ഈ സിനിമ ഒരു ഫീൽ ഗുഡ് പാറ്റേണിലാണ് ഒരുക്കിയിട്ടുള്ളത്. അത്യാവശ്യം തമാശകളും ഇമോഷണൽ രംഗങ്ങളും റൊമാൻസും ഒക്കെ ചേർത്തിട്ട് ഒരു സിമ്പിൾ പടം. ഇതിൽ ഇമോഷണൽ രംഗങ്ങൾ, റൊമാൻസ് രംഗങ്ങൾ ഇത് രണ്ടും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരല്പം പാളി പോയിട്ടുള്ളത് കോമഡി രംഗങ്ങളിലാണ്. കുറച്ചു കാലം മുമ്പ് വരെ വിൻറ്റേജ് മോഹൻലാലിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു എല്ലാവരും. ഇപ്പോൾ പുള്ളിക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്ത് വിൻറ്റേജ് ദിലീപിനെ വീണ്ടും തിരിച്ചെത്തിക്കാനുള്ളൊരു പെടാപ്പാടിലാണ് സിനിമാ പ്രവർത്തകരെന്ന് തോന്നുന്നു. കാരണം ഈ സിനിമയിലെ കോമഡി രംഗങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും അതാണ് ഫീൽ ചെയ്യുന്നത്. സിനിമയുടെ ഒരു ആദ്യത്തെ മുക്കാൽ മണിക്കൂർ നല്ല അസൽ വധമാണ്. അത് ഞാൻ പറയാൻ കാരണം ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പണ്ടൊക്കെ ദിലീപ് ചെയ്തിരുന്ന ടൈപ്പ് കോമഡികളാണ് ഇവർ ഈ ഒരു സമയത്ത് വർക്കൗട്ടാക്കാൻ നോക്കിയിട്ടുള്ളത്. അതിൽ തന്നെ ഈ ദേഹത്തൊക്കെ അരിപ്പൊടിയും മുളക് പൊടിയൊക്കെ വാരി വിതറി കഴിഞ്ഞാൽ പ്രേക്ഷകർ അത് കണ്ട് ചിരിച്ചോളും എന്നുള്ളതൊക്കെ ആരുടെ ബുദ്ധിയിൽ വന്നിട്ടുള്ള ഐഡിയ ആണാവോ. എന്തായാലും അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഇമോഷണൽ രംഗം വരുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ശരിക്കും പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ ആരംഭിക്കുന്നതെന്ന് പറയാം. കാരണം ഈ സിനിമയിൽ എന്നെ ആദ്യം സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു സീൻ അതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ കൃത്യമായിട്ട് ട്രാക്കിലേക്ക് വരുന്നുണ്ട്. കുറച്ച് റൊമാൻസ് രംഗങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഫ്ലോയിലാണ് പോകുന്നത്. പ്രത്യേകിച്ചും ആ സീനൊക്കെ വിനീത് കുമാർ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ മിഥുൻ മുകുന്ദൻ്റെ മ്യൂസിക് അത് നൽകുന്ന സപ്പോർട്ട് എടുത്തു പറയേണ്ടതാണ്. പടത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫീൽ ഗുഡ് വൈബിനെ എലിവേറ്റ് ചെയ്യുന്നതിന് മ്യൂസിക് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഇമോഷണൽ രംഗങ്ങളിലേക്കും റൊമാൻസിലേക്കൊക്കെ വരുമ്പോൾ ദിലീപ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയാനാണെങ്കിൽ റൂഫിൽ വെച്ചിട്ടുള്ളൊരു സീൻ, പട്ടിയും ഒത്തിട്ടുള്ള കുറച്ച് രംഗങ്ങൾ, അതുപോലെ റൂമിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ട് ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ ഭാഗങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് നമ്മൾ ദിലീപിൻ്റെ തന്നെ മറ്റൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. അത് ഒരു ഫ്രഷ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി കൊണ്ട് നമുക്കത് അത്ര വലിയൊരു വിഷയമായിട്ട് തോന്നുന്നില്ല എന്ന് മാത്രം. ദിലീപിനെ കൂടാതെ നായികമാരായിട്ട് എത്തിയിട്ടുള്ളത് പുതുമുഖങ്ങളാണ്. അവരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ട് തോന്നി. കൂടാതെ രാധിക ശരത് കുമാർ, ജോണി ആൻ്റണി തുടങ്ങിയവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിനീത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുൻ സിനിമയേക്കാൾ മികച്ചൊരു സിനിമയല്ല പവി കെയർടേക്കർ. പക്ഷേ ദിലീപിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഔട്ടിങ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ് ഈ ചിത്രം. ഏച്ചുകെട്ടിയ തമാശകളും കോപ്രായങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സിനിമയായിട്ട് മാറിയേനെ. എങ്കിൽ തന്നെയും വലിയ നിരാശയൊന്നും നൽകാത്ത, കൂടുതൽ സമയം രസിച്ച് കാണാവുന്ന തരത്തിലുള്ള ഒരു വാച്ചബിൾ എബോവ് ആവറേജ് മൂവി തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പവി കെയർടേക്കർ. പിന്നെ ഈ സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ ഫാമിലി ഓഡിയൻസൊക്കെ സിനിമ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും സിനിമയുടെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ്. പക്ഷേ എനിക്ക് തോന്നുന്നത് വോയിസ് ഓഫ് സത്യനാഥൻ പോലുള്ള ശരാശരിയിലും താഴെ നിൽക്കുന്ന സിനിമകളൊക്കെ ദിലീപിൻ്റെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടൊക്കെ വെച്ച് ഹിറ്റായിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുള്ള ഈ സിനിമയും അതിനേക്കാളൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ഒരു വിജയം അർഹിക്കുന്നുണ്ട്. ഇതാണ് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളും സിനിമ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നന്ദി, നമസ്കാരം.